പാലിയം സത്യാഗ്രഹം 1947 മുതൽ 1948 മാർച്ച് വരെ നടന്ന പാലിയം സത്യാഗ്രഹം അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു പ്രധാന പ്രക്ഷോഭമായിരുന്നു. കൊച്ചി രാജ്യത്തിൽ ക്ഷേത്രങ്ങളിലേക്കും സവർണരുടെ ഭവനങ്ങളിലേക്കും പോകുന്ന സമീപ റോഡുകളിലും അവർണർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. കൊച്ചിയിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ്റെ ചേന്നമംഗലത്തുള്ള വീടിന് മുന്നിലുള്ള റോഡിൽ കൂടി നടക്കാനുള്ള അവർണരുടെ ശ്രമങ്ങൾ സംഘർഷത്തിലേക്ക് നയിച്ചു. ഈ സാഹചര്യത്തിൽ പാലിയം റോഡ് എല്ലാവർക്കും തുറന്നു കൊടുക്കുന്നതിനായി കൊച്ചി രാജ്യപ്രജാ മണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി SNDP യോഗം തുടങ്ങിയവർ സംയുക്തമായി ഒരു സത്യാഗ്രഹം സംഘടിപ്പിച്ചു. D. കേശവൻ തുടക്കം കുറിച്ച സത്യാഗ്രഹം 1947 ഡിസംബർ 4 ആരംഭിച്ചു. സത്യാഗ്രഹികളിലൊരാളായ AG വേലായുധൻ്റെ മരണത്തെ തുടർന്ന് സത്യാഗ്രഹം പിൻവലിച്ചു. 1948 ഏപ്രിലിൽ കൊച്ചിയിലെ എല്ലാ ക്ഷേത്രങ്ങളും എല്ലാ വിഭാഗം ഹിന്ദുക്കൾക്കുമായി തുറന്നുകൊടുത്തു. തുടർന്ന് അവർണർക്കും അഹിന്ദുക്കൾക്കും പാലിയം റോഡിൽ കൂടി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യവും ലഭിച്ചു.